സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആണ്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്ത് ഉണ്ടായത് തൊട്ട് എർത്ത് 4.5 ബില്യൺ ഇയേഴ്സ് മുന്നാണ് ഉണ്ടായത്. അപ്പോൾ ആ എർത്ത് ഉണ്ടായ നിമിഷം മുതൽ ഇന്ന് വരെ ഒരു കുറച്ച് പാർട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇയോൺ എറ പീരീഡ് എപ്പോക്ക് എന്ന് വിളിക്കും. ഇയോൺ എറ പീരീഡ് എപ്പോക്ക്. ഇതിൽ ഹൈഡൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക് ഈ 3 ഇയോണാണ് ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. 88% ആണ് ഹൈഡൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക് കൂടിയിട്ട്. ബാക്കി ആകെ 12% മാത്രമാണ് ഏതുള്ളത്, ഫെനറോസോയിക് ഇയോൺ ഉള്ളത്. ഈ 3നെയും കൂടി നമുക്ക് എന്ത് വിളിക്കാം, പ്രീ കാംബ്രിയൻ എന്ന് വിളിക്കാം. നോട്ട് ചെയ്തോളൂ, പ്രീ കാംബ്രിയൻ. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആണ് കാംബ്രിയൻ. സോ അതിന് മുന്നുള്ളതിനെ നമ്മൾ എന്ത് പറയും, പ്രീ കാംബ്രിയൻ എന്ന് പറയും. ഓക്കെ. സോ എർത്ത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വളരെ ഹോട്ടായിട്ടുള്ള ഒരു പ്ലാനറ്റ് ആയിരുന്നു ഇനീഷ്യലി എർത്ത് എന്ന് പറയുന്നത്. ഭയങ്കര ഹോട്ടായിരുന്നു. കോണ്ടിനെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മോൾട്ടൺ ലാവയായിരുന്നു എല്ലായിടത്തും. അത് സോൾഡിഫൈ ചെയ്തിട്ടാണ് പിന്നെ കോണ്ടിനെന്റ്സ് ഒക്കെ ഉണ്ടായത്. പക്ഷെ അതിന് ആ ഒരു കൂൾ ടെമ്പറേച്ചർ ആയിരുന്നില്ല. ഭയങ്കര വാമായിരുന്നു എർത്ത്. അതുപോലെ തന്നെ ഓഷ്യൻസിനൊന്നും നിലനിൽക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അപ്പോൾ തന്നെ വേപ്പറായി പോകും. വാട്ടറിന് സർവൈവ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് എവിടെ ഉണ്ടായിരുന്നത്, ഹൈഡൻ എന്ന് പറഞ്ഞ ഇയോണിൽ ഉണ്ടായിരുന്നത്. സോ ഈ ഹൈഡൻ എന്ന് പറഞ്ഞ ഇയോൺ ഇവൻച്വലി കൂൾ ചെയ്തിട്ടാണ് ആർക്കിയൻ എന്ന് പറഞ്ഞ ഇയോൺ ഉണ്ടായത്. അപ്പോൾ ഇവൻച്വലി കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക, ഫസ്റ്റ് കോണ്ടിനെന്റൽ ലാൻഡ് മാസസ്. ഈ ആദ്യത്തെ കോണ്ടിനെന്റൽ ലാൻഡ് മാസസ് എല്ലാം ഉണ്ടായത് ആർക്കിയനിലാണ്. അത് ഈ എർത്ത് ക്രസ്റ്റ് തണുത്ത് സോൾഡിഫൈ ചെയ്തിട്ടാണ്, ലാവയെല്ലാം സോൾഡിഫൈ ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ ലാൻഡ് മാസസ് ഉണ്ടായത്. പിന്നെ ഓഷ്യൻസും ഉണ്ടായി. കാരണം വാട്ടറിന് സർവൈവ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടി കൂളർ ക്ലൈമറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ ആർക്കിയൻ ഇയോണിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോബാക്ടീരിയ പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം ഏത് ഇയോണിലാണ്, ആർക്കിയൻ ഇയോണിലാണ് കാണാൻ. അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് യൂണിസെല്ലുലാർ ഓർഗാനിസമായ ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോബാക്ടീരിയ. സോ life forms appeared on the surface of the earth in the form of unicellular organism. ഏതൊക്കെയാണ്, ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർ സൈനോബാക്ടീരിയ. സോ അത് കഴിഞ്ഞ് അടുത്ത ഇയോൺ ആണിത്, പ്രോട്ടറോസോയിക്. പ്രോട്ടറോസോയിക് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ബോഡിയിലെ ആർത്രോപോഡ്സ്. അത് കടലിലെ കാര്യമാണ് പറയണത്. ഓഷ്യനിലുള്ള സോഫ്റ്റ് ബോഡിയിലെ ആർത്രോപോഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആണ്. എല്ലില്ലാത്ത, ബാക്ക് ബോൺ ഇല്ലാത്ത, എല്ലുകളൊന്നും ഇല്ലാത്ത ജീവി. സോ അതെല്ലാം ഓഷ്യനിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് ഏതിലാണ്, പ്രോട്ടറോസോയിക്കിലാണ്. ഇനി അടുത്തത് വരുന്ന ഫെനറോസോയിക് ഇയോണിൽ 3ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പാലിയോസോയിക്, മെസോസോയിക്, സിനോസോയിക് എറ. ഇതിൽ പാലിയോസോയിക് എറയിലെ കാംബ്രിയൻ പീരീഡ് നോട്ട് ചെയ്തോളൂ. കാംബ്രിയൻ പീരീഡ് എന്ന് പറയുന്നത് സഡൻ സ്പർട്ട് ഓഫ് ലൈഫ് ഫോംസ്. കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ആൻ എക്സ്പ്ലോഷൻ, ഒരു ബ്ലാസ്റ്റ് ഒന്നല്ല. കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ലൈഫ് ഫോംസ് വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചുയരാൻ തുടങ്ങി, ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി ലൈഫ് ഫോംസ്. സോ അതിനെയാണ് നമ്മൾ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. സോ ദെൻ വി കം ടു ഓർഡോവിയൻ പീരീഡ്. ഓർഡോവിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ എവല്യൂഷൻ ഓഫ് ഫിഷ്. മീനിന്റെ എവല്യൂഷനൊക്കെ ഏതിലായിരുന്നു, ഓർഡോവിഷ്യനിലായിരുന്നു. ഓർഡോവിഷ്യൻ പീരീഡ് അത് ഏതിലാണ്, ഏതിലാണ്, പാലിയോസോയിക് എറ. ഏത് ഇയോണാണ്, ഫെനറോസോയിക്. സോ ഫെനറോസോയിക്കിലെ പാലിയോസോയിക് എറയില് കാംബ്രിയൻ കഴിഞ്ഞിട്ടുള്ള പീരീഡാണ് ഓർഡോവിയൻ. അവിടെ ഫിഷിന്റെ എവല്യൂഷനൊക്കെ അവിടെയാണ് സംഭവിച്ചത്. ഇനി സിലൂറിയൻ ആണ് അടുത്തത്. സിലൂറിയനിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സിന്റെ എവല്യൂഷൻ സിലൂറിയനിലാണ് ഉണ്ടായത്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫസ്റ്റ് ട്രേസ് ഓഫ് ലൈഫ് ഓൺ ലാൻഡിൽ ആദ്യത്തെ ലൈഫ് ഉണ്ടാവാൻ അതിന്റെ ട്രേസ് കിട്ടിയത് സിലൂറിയൻ പീരീഡിലാണ്. ഓക്കെ, സിലൂറിയൻ പീരീഡ്. ഇനി ഡിവോണിയനിലാണ് എന്ത്, എവല്യൂഷൻ ഓഫ് ആംഫീബിയൻസ് ഈ കരയിലും വെള്ളത്തിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന ജീവികളല്ലേ, ആംഫീബിയൻസ്. സോ അവരുടെ എവല്യൂഷൻ വന്നത് എവിടെയാണ്, ഡിവോണിയൻ പീരീഡിലാണ്. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ടുള്ള പീരീഡാണ് മിസിസിപ്പിയൻ പെൻസിൽവാനിയൻ.
സോ ഇതിനെ കാർബോണിഫോറസ് എന്നാണ് പറയുക, കാർബോണിഫോറസ് പീരീഡ്. ഈ കാർബോണിഫോറസ് പീരീഡിലാണ് റെപ്റ്റൈൽസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയത്. സോ ദ എവല്യൂഷൻ ഓഫ് റെപ്റ്റൈൽസ് അക്കോർ ഇൻ കാർബോണിഫോറസ് പീരീഡ്. അത് കഴിഞ്ഞ് പെർമിയൻ എത്തിയപ്പോഴും ഈ റെപ്റ്റൈൽസ് ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. കാർബോണിഫോറസിൽ പീരീഡിലുണ്ടായ റെപ്റ്റൈൽസ് എവിടെ എത്തിയപ്പോൾ ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി? പെർമിയൻ പീരീഡിൽ എത്തിയപ്പോൾ ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു വലിയൊരു എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്, ഒരു മാസ് എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ക്രറ്റേഷ്യസിലും ഒരു മാസ് എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് സ്പീഷീസ് അവിടെ ഇല്ലാതാവുന്നുണ്ട്. സോ അത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നമ്മളിപ്പോൾ എഴുതി നിൽക്കുന്നത് പെർമിയനിലാണ്, അവിടെ റെപ്റ്റൈൽസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് ഈ പാലിയോസോയിക്കിൽ ഇതാണുള്ളത്: കാംബ്രിയൻ, ഓർഡോവിയൻ, സിലൂറിയൻ, ഡെവോണിയൻ, കാർബോണിഫോറസ്, പെർമിയൻ. സോ ഇത് പാലിയോസോയിക് എറയിലാണ്. ഇനി നമുക്ക് when we come to Mesozoic era, it is classified into 3 periods: Triassic, Jurassic and Cretaceous. ഇത് ട്രയാസിക്കും ജുറാസിക്കും ക്രെറ്റേഷ്യസും. ഈ മെസോസോയിക് എറയിലാണ് ഡൈനോസേഴ്സ് എവോൾവ് ചെയ്യാൻ തുടങ്ങിയത്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഡൈനോസേഴ്സ് ഡൊമിനേറ്റ് ചെയ്തത് ജുറാസിക് എറയിലാണ്. ജുറാസിക് പാർക്ക് മൂവി കാരണമാണ് അത് കൂടുതൽ ഫേമസ് ആയത്, അല്ലെങ്കിൽ അതും അധികം ഫേമസ് ആവില്ലായിരുന്നു. സോ ഏറ്റവും ഡൈനോസേഴ്സ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏജ് ഓഫ് ഡൈനോസേഴ്സ് എന്ന് പറയുന്നത് ജുറാസിക് പീരീഡിലാണ്. സോ അത് കഴിഞ്ഞ് സൈനോസോയിക് എറയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ പാലിയോഗെയിൻ അതുപോലെ നിയോഗെയിൻ ഒന്ന് രണ്ടിനും കൂടി ടെറിഷ്യറി, അതുപോലെ ടെറിഷ്യറി എന്ന് പറയും. പിന്നെ ക്വാട്ടർണറി പീരീഡും ഉണ്ട്. അത് ഇതിലാണുള്ളത്? സൈനോസോയിക് എറയിലാണുള്ളത്. സോ ഇതിൽ മയോസിൻ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, അതിനാണ് മയോസിൻ. അത് മയോസിൻ എപ്പോക്കിലാണ് നടന്നത്. സോ ഇതെല്ലാം എപ്പോക്കായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മയോസിൻ എപ്പോക്കിലാണ് എവല്യൂഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. പിന്നെ പ്ലിയോസീനിലാണ് ഏർലി ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സ്, ക്ലിയോപിത്തക്കസ്, ആസ്ട്രോലോപിത്തക്കസ് ഒക്കെ എവോൾവ് ചെയ്തത്. എവിടെയാണ് ഏർലി ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയത്? പ്ലിയോസീനിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഈ പ്ലീസ്റ്റോസീൻ ആണ് ഏത്? ഐസ് ഏജ്. അവിടെയാണ് നമ്മൾ ഹോമോസാപ്പിയൻസ് വന്നു തുടങ്ങിയത്. നമ്മൾ ഹോമോസാപ്പിയൻസ് ആണ്, മോഡേൺ ഹ്യൂമൻസിനാണ് ഹോമോസാപ്പിയൻസ് ആണ്. അതിന് തൊട്ട് മുന്നത്തേതാണ് ഹോമോസാപ്പിയൻസ്. സോ ഹോമോസാപ്പിയൻസ് വന്നു തുടങ്ങിയത് പ്ലീസ്റ്റോസീനിലാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ഹോളോസീൻ. പ്ലീസ്റ്റോസീൻ ഐസ് ഏജ് ആയിരുന്നു. ഹോളോസീൻ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം വാമായിട്ട് ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഹോളോസീനിലാണ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ വന്നു തുടങ്ങിയത്. ഹോളോസീനിലാണ് ഹ്യൂമൻ സിവിലൈസേഷൻ. അതുപോലെ സ്റ്റേബിൾ വാം ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ ഹോളോസീൻ തന്നെ മൂന്നായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്: ഗ്രീൻലാൻഡിയൻ, നോർത്ത് ഗ്രിപ്പിയൻ, മേഘാലയൻ. ഗ്രീൻലാൻഡിയൻ എന്ന് പറയുമ്പോൾ 11,700 years to 8,200 years. ഓക്കെ, അപ്പോൾ അതാണ് എൻഡ് ഓഫ് ലാസ്റ്റ് ഐസ് ഏജ്. ഞാൻ പറഞ്ഞു ഹോളോസീന് മുന്നേ ഏതായിരുന്നു? പ്ലീസ്റ്റോസീൻ ആയിരുന്നു, ഐസ് ഏജ് ആയിരുന്നു. അപ്പോൾ എൻഡ് ഓഫ് ലാസ്റ്റ് ഐസ് ഏജ് എന്ന് പറയുമ്പോൾ 11,700 years to 8,200 years. അത് ഹോളോസീനിൽ മൂന്നായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്: ഗ്രീൻലാൻഡിയൻ, നോർത്ത് ഗ്രിപ്പിയൻ, മേഘാലയ. അപ്പോൾ ഗ്രീൻലാൻഡിയനിലായിരുന്നു ലാസ്റ്റ് ഐസ് ഏജ് ഉണ്ടായിരുന്നത്. പിന്നെ നോർത്ത് ഗ്രിപ്പിയൻ എന്ന് പറയുമ്പോൾ 8,200 to 4,200 years ആണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഏർലി ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഏർലി ഹ്യൂമൻ ആക്ടിവിറ്റീസും അഗ്രികൾച്ചറും ഒക്കെ എവിടെയാണ്? നോർത്ത് ഗ്രിപ്പിയനിലാണ് വന്നത്. ഇനി മേഘാലയ എന്ന് പറയുമ്പോൾ 4200 വർഷം മുന്നേ തൊട്ട് ഇപ്പോൾ പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മേഘാലയനിലാണ് വരാം. മേഘാലയൻ ഡിഫൈൻഡ് ബൈ എ ഗ്ലോബൽ ക്ലൈമാറ്റിക് ഇവന്റ്. വലിയൊരു ഡ്രോട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, വലിയൊരു ഡ്രോട്ട്. സോ അതിന്റെ എവിഡൻസ് ഒക്കെ മേഘാലയയില് മൗംലു കേവ് എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട് മേഘാലയയില്. അവിടെ നിന്ന് അതിന്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ മേഘാലയ എന്ന് പറഞ്ഞ ഒരു പേര് അവിടെ കിട്ടത്. MAWMLUHCAVE നോട്ട് ചെയ്തോളൂ. സോ അതുകൊണ്ടാണ് മേഘാലയ എന്ന് പറഞ്ഞത്. ഇനി വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ മേജർ എക്സ്റ്റിങ്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ആദ്യത്തെ എക്സ്റ്റിങ്ഷൻ ഉണ്ടായത്
ഒർഡോവിയനിലെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഒർഡോവിയൻ സിലൂറിയൻ എക്സ്റ്റൻഷൻ എന്നാണ് പറയുക, എഴുതി വെച്ചുള്ളൂ. ഒർഡോവിയൻ സിലൂറിയൻ എക്സ്റ്റൻഷൻ likely caused by climate shifts and sea level changes impacting marine life. കടൽ നിരപ്പ് അതിൻ്റെ ചേഞ്ചസ് കാരണം ഒരുപാട് മെറൈൻ ലൈഫിനെ എഫക്ട് ചെയ്തു. പിന്നെ ഡിവോണിയനിൽ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്, അതും മെറൈൻ സ്പീഷീസിന് തന്നെയാണ് ഉണ്ടാവുന്നത്. അത് വോൾക്കാനിക് ആക്ടിവിറ്റി വഴിയാണ് ഡിവോണിയനിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നത്. ഈ ഏറ്റവും വലിയ എക്സ്റ്റൻഷൻ അതാണ് പെർമിയൻ എക്സ്റ്റൻഷൻ, നോൺ ആസ് ദ ഗ്രേറ്റ് ഡൈയിങ്. ഗ്രേറ്റ് ഡൈയിങ് എന്നാണ് പറയാം, ഗ്രേറ്റ് ഡൈയിങ്. ഓക്കെ, ഗ്രേറ്റ് ഡൈയിങ് എന്നാണ് പറയാം പെർമിയൻ എക്സ്റ്റൻഷന്. And how it happens, it was the most severe likely due to volcanic eruption. ഭയങ്കര ഹ്യൂജ് വോൾക്കാനിക് എറപ്ഷൻസും പിന്നെ ക്ലൈമറ്റ് ഒക്കെ എക്സ്ട്രീമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടൊക്കെയാണ് പെർമിയൻ എക്സ്റ്റിങ്ഷൻ ഉണ്ടായത്. ഓൾമോസ്റ്റ് 90% ഓഫ് ദ ലൈഫ് ഫോംസ് വാസ് വൈപ്ഡ് ഔട്ട് ബൈ ദ പെർമിയൻ എക്സ്റ്റിങ്ഷൻ. 90% ലൈഫ് ഫോംസ് അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ആയിരുന്നു എന്നാണ് പറയണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രയാസിക്കിൽ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടുണ്ട്. അത് അത്ര വലുതായിരുന്നില്ല. അത് വോൾക്കാനിക് ആക്ടിവിറ്റീസ് കാരണം കുറച്ച് ഡൈനോസേഴ്സൊക്കെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ടൈമായിരുന്നു. അപ്പോൾ അവിടെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് കാരണം കുറച്ചൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹ്യൂജ് ആയിട്ട് നടന്നത് ക്രറ്റേഷ്യസ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് വൺ, ഉൽക്ക വീണ് ഇടിച്ച് ഡൈനോസറൊക്കെ മരിച്ചു എന്ന് പറയാനില്ല, അതാണ് ഇത് മോസ്റ്റ് ഫേമസ് ഫോർ വൈപ്പിംഗ് ഔട്ട് ഓഫ് ദ ഡൈനോസേഴ്സ് ഡ്യൂ ടു ദ ആസ്ട്രോയിഡ് ഇമ്പാക്ട്. അപ്പോൾ അത് ക്രറ്റേഷ്യസിലാണ് വരുന്നത്, ക്രറ്റേഷ്യസിൽ. ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വി ആർ പ്രോബബ്ലി ലിവിങ് ഇൻ ദ 6th ആൻഡ് പൊട്ടൻഷ്യലി ദ ലാർജസ്റ്റ് എക്സ്റ്റിങ്ഷൻ ഫേസ്. നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു ഹ്യൂജ് എക്സ്റ്റിങ്ഷൻ ഫേസിലാണ് ഉള്ളത്, ഹോളോസീൻ ഓർ ആൻഡ്രോപോസീൻ എക്സ്റ്റിങ്ഷൻ. നോട്ട് ചെയ്തോളൂ, ആൻഡ്രോപോസീൻ എക്സ്റ്റിങ്ഷൻ. സോ ഒരുപാട് സ്പീഷീസാണ് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായിട്ടുള്ളത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം തന്നെയാണ് അത് ഇല്ലാണ്ടായിട്ടുള്ളത്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതൊക്കെ ഒരുപാട് മില്യൺ ഇയേഴ്സ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പെർമിയൻ അതുപോലെ ക്രറ്റേഷ്യസ് ഒരുപാട് മില്യൺ ഇയേഴ്സ് കൊണ്ടാണ് ഈ എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരുന്നു. ഉൽക്ക വന്നിടിച്ചിട്ട് പിന്നെ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ മുകളിലേക്ക് പോയി, സൺലൈറ്റ് ഒന്നും വരാത്ത രീതിയിൽ ഫുള്ള് മൂടി, അങ്ങനെ ടെമ്പറേച്ചറൊക്കെ സഡൻ ആയിട്ട് ഫാൾ ചെയ്തു. സോ അന്നാലും ഒരുപാട് സമയം എടുത്തു. പക്ഷെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻഡ്രോപോസീൻ എന്ന് പറയുന്നത് ജസ്റ്റ് 250 ഇയേഴ്സ് കൊണ്ട് തന്നെ ഒരുപാട് സ്പീഷീസിനെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. And the researchers said that the current Anthropocene or Holocene extinction is 100 to 1000 times more destructive than the previous extinction. So ഇതാണ് ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ.